നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മസ്കറ്റിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഡാർസേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടോട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഒമാനിലുള്ള എല്ലാ ഇന്ത്യൻ സമൂഹത്തിനും, എസ്പെഷ്യലി ഹിന്ദു സമൂഹത്തിന് ഒരു ആത്മീയ കേന്ദ്രം എന്ന് വേണേൽ പറയാം. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒമാനിലെ മൊട്ടക്കുന്നുകൾക്ക് നടുവിലൂടെയുള്ള ഒരു സഞ്ചാരം. അവിടെയാണ് ഈ ക്ഷേത്രവും നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രം പഴയകാലത്ത് ഇവിടെ ഒരു ഹിന്ദു സമൂഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ചുറ്റിപ്പറ്റിയാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. പ്രധാനമായും ഗുജറാത്തിൽ നിന്നുള്ള ബിസിനസ് കമ്മ്യൂണിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരാണ് ഇത് മുൻകൈ എടുത്ത് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അങ്ങനെ ഒമാനിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു ഗുജറാത്തി ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് കിംജി രാംദാസ്. അവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പികൾ എന്ന് വേണമെങ്കിൽ പറയാം. 1987 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് 2013 ഇത് റിനോവേറ്റൊക്കെ ചെയ്ത് ഇന്ന് കാണുന്ന ഒരു രൂപത്തിൽ ആക്കിയെടുത്തു. ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നേരെ ചെല്ലുമ്പോൾ ഒരു വിശാലമായ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് കയറാൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നല്ല വെയിലുള്ളൊരു ദിവസമാണ്. ധാരാളം ഭക്തജനങ്ങൾ എത്തിയിട്ടുമുണ്ട്. ഈ ക്ഷേത്രം പ്രധാനമായിട്ടും ശ്രീകൃഷ്ണനും രാധയുമാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ. പിന്നെ ഗണപതി ഭഗവാനും മാതാജിയുമുണ്ട്. ഇതൊരു വടക്കേന്ത്യൻ ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലുള്ള ഒരു ക്ഷേത്രമല്ല. പ്രധാനപ്പെട്ട ഉത്സവങ്ങളായ ജന്മാഷ്ടമി, ദീപാവലി, പിന്നെ നമ്മുടെ മലയാളികളുടെ ഓണം, അയ്യപ്പ സംഗമം, എല്ലാ പ്രോഗ്രാംസും ഇവിടെ നടത്താറുണ്ട്. എല്ലാ ഫെസ്റ്റിവൽസും ഇവിടെ നടത്താറുണ്ട്. ആ സമയങ്ങളിൽ വളരെ തിരക്കുമായിരിക്കും. ഭക്തജനങ്ങളുടെ വളരെ വലിയ തിരക്കായിരിക്കും. ഇതാണ് അമ്പലവും പരിസരവും. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് തണലൊക്കെ ഉണ്ട്. ഇവിടെ പലപ്പോഴും പോലീസുകാരെയൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡർ അവർ കീപ്പ് ചെയ്യുന്നു. അല്ലേ തന്നെ ഒമാനികൾ അങ്ങനെ ഒരു പ്രശ്നക്കാരല്ല. അവരങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. പോലീസ് ഇല്ലെങ്കിലും ഇവിടെ ശാന്തമായിട്ട് തന്നെ നിലകൊള്ളും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മതിൽ, അവിടെ ഒരു പള്ളിയുണ്ട്. അങ്ങനെ ക്ഷേത്രവും പള്ളിയും എല്ലാം തന്നെ അടുത്തടുത്താണ്. ഇത് തന്നെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് വേണേൽ പറയാം ഈ മേഖല. അതിവിടുത്തെ ഭരണാധികാരികളുടെ ഒരു വിശാല മനസ്കതയുടെ ഒരു പ്രതീകമാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാല് നന്നായിട്ട് പൊള്ളുന്നുണ്ട്, നല്ല ചൂടുള്ളതുകൊണ്ടേ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് കേരളീയ മാതൃകയിലുള്ള ഒരു അമ്പലമല്ല. ഇതൊരു വടക്കേന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ്. ഇത് ഒരു ബുദ്ധ ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയാണ്. അവിടെയും ആളുകൾ തൊഴുത് ഇങ്ങനെ നീങ്ങുകയാണ്. ഇതിനകത്തുള്ള വിഗ്രഹങ്ങളെ പ്രതിഷ്ഠകളെ നമുക്ക് കാണാൻ നിർവാഹമില്ല, വീഡിയോ എടുക്കാൻ നിർവാഹമില്ല. ഇതിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹാളാണ്. ഒരു മൾട്ടിപർപ്പസ് ഹാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വിവിധ തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ നടക്കാറുണ്ട്. ഓണം വരുമ്പോൾ നമ്മളിവിടെ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസും നടത്താറുണ്ട്. ഇന്നിവിടെ കർണാടകത്തിൽ നിന്നുള്ള ഒരു പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഹാളിൽ കയറി എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. വളരെ ആത്മീയമായൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. ശ്രീ ദുർഗാ നമസ്കാര പൂജ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ കമ്മ്യൂണിറ്റീസും ഇവിടെ വരാറുണ്ട്. തമിഴന്മാരുണ്ട്, മലയാളീസുണ്ട്, ഗുജറാത്തികളുണ്ട്. എല്ലാ ആൾക്കാരെയും നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയും. അങ്ങനെ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയാണെങ്കിലും വളരെ ആത്മീയമായ ഒരു ഉണർവ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടും, ഒരു ശാന്തി ലഭിക്കും. അതിനെ തന്നെ ആളുകൾ വീക്കെൻഡ് ആകുമ്പോൾ ഇവിടെ എത്താറുണ്ട്, ഫ്രൈഡേയ്സിൽ. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരവും ഇവിടത്തുള്ള ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറെല്ലാം. അപ്പോൾ കൂട്ടുകാരെ, ഇത്തരം വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്.